മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ഫൈനലിലേക്ക്. യുണൈറ്റഡ് അടുത്ത ചാമ്പ്യൻസ് ലീഗ് കളിക്കുമോ? ടോട്ടൻഹാമുമായുള്ള ഫൈനൽ കടുപ്പമോ? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. കഴിഞ്ഞ ദിവസം നടന്ന യൂറോപ്പ സെമി ഫൈനൽ അത്ലറ്റിക് ക്ലബ്ബുമായിരുന്നു യുണൈറ്റഡിന്റെ സെമി ഫൈനൽ നടന്നത്. അപ്പോൾ മത്സരം എല്ലാവരും കണ്ടു കാണും. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഫൈനലിൽ സെമി കണ്ടത്. കാരണം അതേ സമയത്ത് തന്നെ റിയൽ ബെറ്റിസിന്റെ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും സെമി ഫൈനൽസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഫോണിലും ഒരെണ്ണം മോണിറ്ററിലും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കണ്ടത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട്. രണ്ട് മത്സരം ശ്രദ്ധിക്കണമായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും മത്സരത്തെ പറ്റി അധികം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും ഇല്ല. 31ാമത്തെ മിനിറ്റില് അത്ലറ്റിക് ക്ലബ്ബ് ലീഡ് എടുക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് യുണൈറ്റഡ് പൊരുതുകയായിരുന്നു. 72ാമത്തെ മിനിറ്റ് വരെ യുണൈറ്റഡ് പരിശ്രമിക്കേണ്ടി വന്നു ഒരു ഗോള് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴും യുണൈറ്റഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഗോളിൽ നിന്നാലും വിഷയമൊന്നും ഇല്ലായിരുന്നു. അഗ്രിഗേഷനിൽ ഒരുപാട് ഗോളിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 72ാമത്തെ മിനിറ്റില് ഒരു ഗോൾ തിറക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടിയോടടി പട ഗോളുകളുടെ ഒരു മഴയായിരുന്നു. കാസിമിറോ ഗോൾ അടിക്കുന്നു. കാസിമിറോ ഒക്കെ ഫോമിലേക്ക് തിരികെ വരുന്നു. ഒരു ബ്രസീലിയൻ ആരാധകനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാസിമിറോയുടെ ഒരു കംബാക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ യുണൈറ്റഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 79ാമത്തെ മിനിറ്റിലും 85ാമത്തെ മിനിറ്റിലും നടത്തുന്നില്ല 91ാമത്തെ മിനിറ്റിലും യുണൈറ്റഡ് നിറവേറ്റുന്നു. വളരെ സിമ്പിളായി 7-1 എന്ന അഗ്രിഗേഷൻ സ്കോറിൽ യുണൈറ്റഡ് ഫൈനലിലേക്ക്, അതായത് യൂറോപ്പയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നേരെ ഇപ്പുറത്ത് ടോട്ടൻഹാമിന്റെ സെമി നടക്കുന്നുണ്ടായിരുന്നു. അത് വേണ്ട വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. അത് എന്തായാലും ടോട്ടൻഹാം 3-0 ജയിച്ചിട്ടുണ്ടായിരുന്നു. അവര് 5-1 എന്ന സ്കോറിലാണ് അഗ്രിഗേഷനിൽ ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻഹാമും തമ്മിലാണ് യൂറോപ്പയുടെ ഈ വർഷത്തെ ഫൈനൽ നടക്കാൻ പോകുന്നത്. മെയ് 22 ഇന്ത്യൻ സമയം പുലർച്ചെ 12:30, അതായത് 21-ാം തീയതി രാത്രി 12:30. നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൈനലിന്റെ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടീമുകളെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റഡ് നിലവിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടേബിളിൽ 15ാം സ്ഥാനത്താണുള്ളത്. യുണൈറ്റഡിനെ സംബന്ധിച്ച് അത് വളരെ താഴെ തട്ടിലൊരു ഒരു 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 പരിപാടിയാണത്. ഇത്രയും താഴെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും താഴെ എന്നുള്ള ഒരു നെക്സ്റ്റ് യൂറോപ്പ പോലും കളിക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണുള്ളത്. എന്നാൽ നമ്മൾ ടോട്ടൻഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലും താഴെയാണ്. 16ാമതാണ് ടോട്ടൻഹാം ഒക്കെ 16ാമതൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത യൂറോപ്പയിൽ അവരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് ടീമിനും ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള ഒരു അവസരം ഈ ഫൈനലോട് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ വിജയിക്കുന്ന ടീം ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈഡ് ആകും എന്നുള്ള ഒരു സംഗതി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ആര് ജയിക്കും എന്നുള്ളതിൽ സത്യം പറഞ്ഞൊരു വ്യക്തത ഇല്ല. കാരണം പ്രീമിയർ ലീഗിന്റെ ടേബിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ 15ാം സ്ഥാനത്ത്, ഒരാൾ 16ാം സ്ഥാനത്ത്, ഏറെക്കുറെ ഒരേപോലെ ഇങ്ങനെ കെട്ടടങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. എന്നാൽ മുൻതൂക്കം ടോട്ടൻഹാമിനാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി യുണൈറ്റഡും ടോട്ടൻഹാമും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, അതായത് ഏകദേശം ഒരു 5 മത്സരങ്ങളോളം യുണൈറ്റഡ് ജയിച്ചിട്ടില്ല ടോട്ടൻഹാമുമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2025 ഫെബ്രുവരിയിൽ 1-0 ടോട്ടൻഹാമാണ് വിജയിച്ചത്. 2024 ഡിസംബറിൽ EFL കപ്പിൽ 4-3 എന്ന സ്കോറിൽ അന്നും യുണൈറ്റഡ് പരാജയപ്പെടുകയും ടോട്ടൻഹാം വിജയിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് അതിനു മുമ്പ് 2024 സെപ്റ്റംബറിൽ 3-0 എന്ന സ്കോറിൽ അതും ടോട്ടൻഹാം തന്നെ വിജയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അതിനു മുമ്പ് 2023 2-0 എന്ന സ്കോറിൽ ടോട്ടൻഹാം വിജയിച്ചിരുന്നു. പിന്നെ 2023 ഏപ്രിലിൽ 2-2 എന്ന ഒരു സമനില പിടിക്കാൻ യുണൈറ്റഡിനായി എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നീട് യുണൈറ്റഡ് ലാസ്റ്റായിട്ട്, എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ലാസ്റ്റായിട്ട് യുണൈറ്റഡ് ടോട്ടൻഹാമിനെ തോൽപ്പിച്ചത് അത് 2022 22 ഒക്ടോബറിൽ 2-0 എന്ന ഒരു സ്കോറിൽ ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ടോട്ടൻഹാമിനെ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിട്ട് വലിയൊരു ടൈം പീരീഡ് ആകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമുക്ക് നോക്കുമ്പോൾ ടോട്ടൻഹാമിനാണ് മുൻതൂക്കം എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. യുണൈറ്റഡ് അടിക്കുമോ? യുണൈറ്റഡ് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ടോട്ടൻഹാമിനെ അടിച്ച് തറയിലിട്ട് തറ പറ്റിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നുള്ളതല്ലാതെ നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ചാൻസ് ആണ്. കാരണം ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണ്. അപ്പം യുണൈറ്റഡിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ ഒരു കംബാക്ക് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം അത്ര ഒരു ലെജൻഡറി ടീമാണ്. നമ്മളിപ്പോൾ ഒരു ബാഴ്സലോണയെ കാണുന്ന പോലെ, റയൽ മാഡ്രിഡിനെ കാണുന്ന പോലെയൊക്കെ ഉള്ള ഒരു ഇന്റർ മിലാൻ, AC മിലാൻ, ഇവരൊക്കെ പോലെ വലിയൊരു ടീമാണ് ഈ പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവരുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ
ഒരു ഫുട്ബോൾ ആരാധകനും അവരെ ഹെയ്റ്റ് ചെയ്യുന്ന ഫുട്ബോൾ ആരാധകർ പോലും ആഗ്രഹിക്കുന്ന ഒന്നല്ല ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അവസ്ഥ. അതായത് പ്രീമിയർ ലീഗിലൊക്കെ 15ാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ടേബിളിൽ 15ാമത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ടീം കംബാക്ക് ചെയ്യണം, കംബാക്ക് അടിക്കുക എന്നുള്ളതാണ്. അതിന് നല്ല പ്ലേയേഴ്സ് ഉണ്ടാവണം, നല്ല മാനേജ്മെന്റ് ഉണ്ടാവണം. ഇപ്പോൾ ആന്റണിയുടെ കേസ് തന്നെ എടുത്താൽ മതി. ആന്റണി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ആന്റണി യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരുന്ന ആന്റണി അല്ല ഇപ്പോ റിയൽ ബെറ്റിസിന് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആവുക, അവിടുത്തെ ഈ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ എനിക്കിപ്പോഴും തോന്നുന്നത് അവിടെ ഒരു നമ്പർ 10 പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. ഒരു വൃത്തിയായി കളിക്കുന്ന ഒരു നമ്പർ 10 പ്ലെയർ, അതായത് മെസ്സിയൊക്കെ പോലെ നെയ്മറൊക്കെ പോലെ കളിക്കുന്ന ഒരു നമ്പർ 10 പ്ലെയർ എന്ന് വെച്ചാൽ നെടുന്തൂൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ. യുണൈറ്റഡ് പോലെയുള്ള ഒരു ലെജൻഡറി ടീമിന് അങ്ങനെ ഒരു പ്ലെയറിന്റെ ആവശ്യമുണ്ട്. അതിപ്പോഴും യുണൈറ്റഡ് ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ബ്രൂണോ ഫെർണാണ്ടസിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ യുണൈറ്റഡിന് അത് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. യുണൈറ്റഡ് ആയതുകൊണ്ടും ചാമ്പ്യൻസ് ലീഗ് കൂടി കളിക്കുന്നത് കൊണ്ടും പ്ലേയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ 15ാമത്തെ ടേബിളിൽ 15ാം സ്ഥാനത്ത് കിടന്നിട്ട് ഈ സീസൺ അവസാനിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗിന്റെ എൻട്രി ഉണ്ടെങ്കിൽ അത് വലിയ പ്ലേയേഴ്സിനൊക്കെ വരാൻ അവർക്ക് കുറച്ചുകൂടെ ആഗ്രഹങ്ങൾ തോന്നും, അവർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. ഇപ്പൊ യുണൈറ്റഡിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മെയിൻ പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. കാരണം ചാമ്പ്യൻസ് ലീഗിന്റെ എൻട്രി കിട്ടിയാൽ പ്ലേയേഴ്സ് വരും. അപ്പോൾ നല്ല പ്ലേയേഴ്സിനെ കൊണ്ട് ഒരു നമ്പർ 10 പ്ലെയറിനെ സൈൻ ചെയ്യുക. കാരണം ടീമിനെ എടുത്ത് തോളിൽ വെക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറിനെ, അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഇപ്പോൾ പുറത്തുണ്ട്. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നാൽ യുണൈറ്റഡിന്റെ ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. മാനേജ്മെന്റും കുറച്ചൊക്കെ ഓക്കെ ആയാൽ യുണൈറ്റഡ് ഒരു ലെജൻഡറി ടീമാണ്. അവരുടെ കംബാക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. യുണൈറ്റഡ് തിരിച്ചു വരട്ടെ, യൂറോപ്പ് അടിക്കട്ടെ, നെക്സ്റ്റ് സീസണിൽ ടൈറ്റിൽ അടിക്കട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും യൂറോപ്പ ഫൈനലിനെ കാണാം. ഫൈനൽ കണ്ടിട്ട് നമുക്ക് എന്താ കാര്യം എന്നറിയാം. ഓക്കെ, താങ്ക് യു.